എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. വീണ്ടും വളരെ മനോഹരമായ ഒരു ദിവസം ദൈവം നമുക്ക് വീണ്ടും നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം കേൾക്കാൻ ഇമ്പമുള്ളതും വളരെ മാധുര്യമേറിയ ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തവരായി വിഷമം പറഞ്ഞ അനേകരുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് തങ്കമ്മ ജോർജ്. തങ്കമ്മ ജോർജ്. ആന്റി സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറയാമോ? തുമ്പമൺ. 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 പത്തനംതിട്ട തുമ്പമൺ. പത്തനംതിട്ട തുമ്പമൺ. ആന്റി സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്തുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വിശേഷം? കുഞ്ഞുങ്ങൾ, ഹസ്ബൻഡ് എല്ലാവരും? ഹസ്ബൻഡ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മക്കളൊക്കെ അബുദാബിയിൽ അവരൊക്കെ വന്നിട്ട് പോയി. ആണല്ലേ? ഓക്കെ. അപ്പം അതിന്റെ ഒരു വിഷമത്തിലായിരിക്കും മക്കളൊക്കെ വന്നിട്ട് പോയതിന്റെ അല്ലേ? ഞങ്ങള് പിന്നെ ഭോപ്പാലിലായിരുന്നു. അവിടുന്ന് പിന്നെ നാട്ടിൽ വന്ന് സെറ്റിലായി. ഓക്കെ ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ആന്റിയുടെ വലിയ ഇഷ്ടം അത് കാണുന്നത്. പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ആണല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആന്റി അപ്പോൾ രണ്ടുപേരും പാട്ട് നമ്മുടെ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടി പാടുമല്ലോ അല്ലേ? ഞാന് കവിതയൊക്കെ എഴുതും. കവിത എഴുതിയാ മതിയോ? തീർച്ചയായും. അയ്യോ, ഒരു വെറൈറ്റി. ഞങ്ങളുടെ ഈ തുമ്പോൺ പള്ളിയിലൊക്കെ ഞാൻ കവിതയൊക്കെ ചെല്ലാറുണ്ട്. ഓ, വളരെ അനുഗ്രഹിക്കട്ടെ. ഒരു കവയിത്രിയാണ്. അതെ. അപ്പൊ പാടിക്കോ നല്ലൊരു കവിത. സ്ത്രീയെ നീ ഉള്ളത്തിൽ ആനന്ദിക്ക, മാതൃത്വം നിനക്കു സർവേശ്വരൻ സമ്മാനമായി തന്നുല്ലോ. വീടിനകത്തവൾ മുന്തിരി വള്ളി, അവളുടെ മക്കൾ ഒലിവുതൈകൾ, ദേഹനിധിയാമമ്മയാണവൾ. മാതൃഹൃദയമേ നീ എന്തിനു കേഴുന്നു, വേഴാമ്പൽ പോൽ നീ എന്തിനു കേഴുന്നു. അവളുടെ രോദനം ആരു കേൾക്കും, അവളുടെ രോദനം ആരു കേൾക്കും. ഒരാൾ മാത്രം, ഒരാൾ മാത്രം, സർവേശ്വരൻ മാത്രം. വളരെ ആന്റി, വളരെ ഞങ്ങൾക്ക് ഈ കവിത ഫുൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കോളേഴ്സ് ഒക്കെ ഭയങ്കര വെയിറ്റിംഗിലാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോഴത്തേന് ആന്റിയുടെ കവിത നമുക്ക് കുറച്ചും കൂടി നമുക്ക് കേൾക്കാം. ആന്റിയുടെ കവിതയിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സമൂഹം ഒത്തിരി വലിയ നേരിടുന്ന ഒരു പ്രശ്നമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ കവിതകളിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ ഒരുപാട് പേർക്ക് അതൊരു നല്ല സന്ദേശമായിരിക്കാം. ഒരുപാട് പേർക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും. അതെ, അതിൽ വരെ ഞാൻ സ്ത്രീ എന്നുള്ള നിലയിൽ സന്തോഷിക്കുന്നു ആന്റിയുടെ കവിത കേട്ടിട്ട്. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആന്റി എല്ലാവരെയും. അപ്പൊ നല്ലൊരു ഗാനം ഞങ്ങൾ ആന്റിക്ക് വേണ്ടിയിട്ട് പാടുന്നതായിരിക്കും കേട്ടോ. മക്കളെയൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയുക, വീണ്ടും വിളിക്കുക. ഓക്കെ ഓക്കെ. അപ്പം തുമ്പമണ്ണി എന്ന് വിളിച്ച നമ്മുടെ ആന്റി അല്ലേ, സ്ത്രീകൾക്ക് വേണ്ടി കൂടിയായ അന്നം ആന്റി. അപ്പൊ നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഹാഗറിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന JV പീറ്റർ അങ്കിളിന്റെ തന്നെ മനോഹരമായ ഒരു ഗാനം നമുക്ക് ആന്റിക്ക് വേണ്ടി പാടാം. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ചൂടേറിയ
ആത്മദാഹം തീർത്തിടും. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീരും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചോരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നേരും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. വളരെ മനോഹരമായ പാട്ടിൻ്റെ വരികളാണ് അല്ലേ? ഹാഗാറിൻ്റെ പൈതലിൻ്റെ കരച്ചിൽ കേട്ട കർത്താവ് ഇന്ന് നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം തള്ളിക്കളയുന്നവനല്ല. നമ്മളുടെ ഓരോ യാചനകളും പ്രാർത്ഥനകളും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു നല്ല ദൈവത്തെ അറിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ആ ഒരു ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും തങ്ങളുടെ ഹൃദയത്തിലേക്ക് വെൽക്കം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ടൈറ്റസ് അങ്കിള് ഇന്ന് വിളിച്ചപ്പോൾ ഇന്ന് കിട്ടി. ഇങ്ങനെയാണ്, നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്, കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ 2 വർഷം കൊണ്ട് ഈ നമ്പർ കിട്ടാതെ പാട്ട് കേൾക്കും കേട്ടോ. എല്ലാ ദിവസവും പാട്ട് കേൾക്കും, നമ്പർ അറിഞ്ഞുകൂടായിരുന്നു. ആണല്ലേ? ഓക്കെ ഓക്കെ ഞങ്ങൾ ഒത്തിരി സന്തോഷം. അങ്ങനെ ഞങ്ങൾ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എനിക്ക് 5 മക്കള്, ഭാര്യ, 5 മക്കള്. ആ, എല്ലാരും കൂടെ ഉണ്ടോ? അടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്നു 5 പേരും. ഓ ശരി ശരി. അപ്പൊ തീർച്ചയായിട്ടും ഒരു പെണ്ണ് 4 ഓക്കെ ഓക്കെ ഒരു പെണ്ണും 4 ആണുങ്ങൾ. അപ്പം ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി അങ്ങളിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പ്രാന്തോട്ടം വേളമുത്തു സ്മാരക CSI ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. ആഹാ ഓക്കെ അങ്കിളെ, ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മുടെ കോളേജിലെ 2 പേരും CSIയിലെ വൈദികന്മാരായിരുന്നു. അപ്പൊ അടുത്ത പാട്ട് എന്നാണ്. ആ പറഞ്ഞോളൂ, ഏത് പാട്ടാ പാടണ്ടേ ഇന്ന് അങ്കിളിന് വേണ്ടിട്ട് ഞങ്ങള്? ഇത് യേശുദേവൻ എന്നുള്ള പാട്ടാണ് ആവശ്യം. ഓ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ അല്ലേ? അതിന്റെ ഒരു 2 വരി ടൈറ്റസ് അങ്കിൾ ഒന്ന് പാടാവോ? ഞാൻ പാടില്ല, ഭാര്യ പാടും. ആണോ? ഓക്കെ, അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പെട്ടെന്ന് ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഭാര്യയുടെ പേര് ബേബിയാണ്. ബേബി. ഹലോ ആന്റി, സുഖമാണോ? ഹലോ ആന്റി കേക്കാമോ? അയ്യോ കേക്കണില്ലെന്ന്. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എനിക്ക് തോന്നുന്നു കോൾ കട്ടായി തോന്നുന്നു. എന്തായാലും വിളിച്ച കോളർ ഹാപ്പി ഫാമിലി. അതെ, വളരെ ആവേശത്തോടെ വിളിച്ചാണ്. ഇന്ന് കിട്ടിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് കട്ടായി പോയി. എങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ടൈറ്റസ് എങ്കിൽ ഒരിക്കലും വിഷമിക്കണ്ട, ഇനിയും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കുക, നിങ്ങളെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. കുടുംബത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളിൽ 5 മക്കള്, അതിനകത്ത് 4 ആണും ഒരു പെണ്ണും. ഏറ്റവും ഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ്. അതെ അതെ. പിന്നെ ഒരു വിഷമമുണ്ട്, ആന്റിയുടെ പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റിയില്ല, കോൾ കട്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ആന്റിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം ഞങ്ങൾ പാടാനായിട്ട് പോവുകയാണ്. ദൈവം പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ
തേജസ്സേറുന്നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൂടായ ഷാരോൺ എഴുതിയ പാട്ടുകളാണ്. നമുക്കറിയാം ഒരുമാതിരി കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു പാട്ടുകൂടാണ്. സോങ്ങാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വലിയ പ്രത്യാശ ഗാനമാണിത്. അതെ അതെ. അത് ചില സമയത്ത് നമ്മൾ ഈ പാട്ടുകളൊക്കെ ചില ഒക്കേഷനിലൊക്കെ പാടുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും. അതെ. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംഗീതവും വരികളും ഒക്കെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട് പഴയ പാട്ടിന്റെ പുതുമ നഷ്ടപ്പെടുത്തില്ലെന്ന് പറയാറുണ്ട്. ഇത് പഴയ പാട്ടല്ല, പുതിയ പാട്ടാണെങ്കിലും പഴയ, അതായത് നമ്മുടെ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരും ഭയങ്കര ഒത്തിരി വെൽക്കം ചെയ്തൊരു, എല്ലാവരെയും ബലപ്പെടുത്തുന്ന ഒരു ഗാനത്തിന്റെ വരികളാണ് അല്ലേ? സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്നുള്ള പാട്ട്. അത് ഭയങ്കര ഒരു പാടുമ്പോൾ വളരെ മനസ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു ശാന്തത, ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ കോളർ വെയിറ്റിങ്ങിലാണ്. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? പി ജി ജോൺ, പത്തനംതിട്ട. ഓക്കെ, ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലേ? വീട്ടിലിപ്പൊ ഞാന്, ഭാര്യ, മകനൊരാൾ കൂടെ താമസമുണ്ട്, പക്ഷെ ജോലിക്ക് പോയിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു പാട്ടുകളോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് പി ജി ജോൺ അങ്കിൾ. പാട്ടിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്. ആണല്ലേ? അപ്പം നല്ലൊരു പാട്ടിന്റെ 2 വരികളോട് കൂടി നമുക്ക് ഇന്നത്തെ ടോക്ക് നമുക്ക് ആരംഭിക്കാം. ഒരു 2 വരി സോങ് ഞങ്ങൾക്ക് വേണ്ടി. അത്രേ ശബ്ദത്തിന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കേട്ടിട്ട് ശബ്ദത്തിന് വലിയ ഞങ്ങൾക്ക് ഒത്തിരി സ്വീറ്റ് വോയിസ് ആയിട്ടാ തോന്നുന്നത്. അതെ, നിങ്ങള് മധുരമല്ല, നിങ്ങളൊക്കെ പാടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതെ, എങ്കിലും പാടാം. ഓക്കെ. എനിക്കായി മരക്കുരിശിൽ ശിവയാഗമായവനേ, എനിക്കായി മരക്കുരിശിൽ ശിവയാഗമായവനേ, നിനക്കായി ഞാനെന്തു നൽകും എന്റെ യേശുരക്ഷകനേ, നിനക്കായി ഞാനെന്തു നൽകും എന്റെ യേശുരക്ഷകനേ. നന്നായിട്ട് പാടിയല്ലോ. വളരെ 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 മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, ഞാൻ പാടുന്നത് ശരിയാവത്തില്ല ചിന്തിക്കരുത് കേട്ടോ. അല്ല, ഞാനല്ല, കേൾവിക്കാർക്ക് എല്ലാ കേൾവിക്കാർക്കും അതൊരു ഞാന് പാരിസ്ഥിതിക്കും. ഓ, അതാണല്ലോ വേണ്ടത്. ഓക്കെ, ഞങ്ങൾ ഇന്ന് അങ്കിളിന് വേണ്ടി പാടിത്തരേണ്ട പാട്ട് ഏതാണ്? എനിക്ക് പാടിത്തരേണ്ടത് മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. ഓക്കെ ഓക്കെ. മാറിടാത്ത യേശുനാഥൻ, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. അതെ അതെ. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ. ഭയങ്കര ഫീലില്ല പാടുന്നത് കേട്ടോ. അതെ അങ്കിളെ, ഒത്തിരി സന്തോഷമുണ്ട് അങ്കിളിന്റെ 2 പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗവാണിയിലൂടെ വളരെ മനോഹരമായ ഒരു ഗാനം അങ്കിളിന് വേണ്ടി പാടുന്നതായിരിക്കും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ നമ്പർ ഇന്നാ കിട്ടിയത്. ആണല്ലേ? ഓക്കെ ഓക്കെ.
ഞങ്ങളുടെ അന്വേഷണം വീട്ടിലെ മോനെയും ആന്റിയൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു. ഓക്കെ അങ്കിളെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ഓക്കെ ഗോഡ് ബ്ലെസ് യു. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കെ അങ്കിളെ. താങ്ക് യു. ഇപ്പം നമ്മളെ വിളിച്ച PG ജോൺ അങ്കിളാണ്. നല്ല ചുറുചുറുക്കോടെ ആ ഒരു പ്രായത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാളാണ്. മനോഹരമായിട്ട് പാട്ട് പാടി. അതെ, ഒരു പാട്ടല്ല 2 പാട്ട് പാടി. അപ്പം അങ്കിളിനെ ആ ഒരു സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ്റെ മക്കൾക്കായി നൽകിയ ആ സ്നേഹത്തെ കുറിക്കുന്ന ഒരു പാട്ട് നമുക്ക് പ്രിയ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ പാട്ട് പാടിയാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ല അല്ലേ? അത്രയ്ക്ക് വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മുടെ പ്രിയ PG ജോൺ അങ്കിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു സോങ് നമുക്കും അതുപോലെ പ്രിയപ്പെട്ട ഒരു മനോഹരമായ ഗാനമാണ്. മകനെ മരിപ്പതിനായിട്ട് തൻ്റെ സ്വന്തം പുത്രനെ തൻ്റെ അത്രമാത്രം നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലേ. തൻ്റെ സ്വന്തം പുത്രനെ യാഗമായി ഈ ഭൂമിയിലേക്ക് അയച്ച ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വർണ്ണിച്ചാൽ നമുക്ക് പറ്റുമല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? മാവേലിക്കര തോമസ് ചെറിയൻ. അങ്ങളെ സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മക്കളെല്ലാം വെളിയിലാണ്, ഞാൻ ഒറ്റേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു സോങ്ങിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? മോളെ, ഞാൻ ഇപ്പൊ വെളിയിലാ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സാരമില്ല. അങ്കിൾ അവിടെ നിന്നും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും അങ്കിളിന് വേണ്ടി മനോഹരമായ ഒരു ഗാനം പാടുന്നതായിരിക്കും. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൽ അനുഗ്രഹിക്കട്ടെ അങ്കിൾ. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ, വീണ്ടും വിളിക്കണേ. ശരി, ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ തോമസ് അങ്കിളാണ്. അങ്കിൾ ഒത്തിരി ടൈം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പം വേറൊരു സ്ഥലത്ത് നിന്നിട്ട് വിളിച്ചതാണ്. അപ്പോൾ ആ കോൾ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമെങ്കിലും അദ്ദേഹം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിയണേ. അപ്പോൾ നമ്മൾ അങ്കിളിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ വരികൾ നമുക്ക് പാടാം. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാ
ക്രിസ്ത്യൻ മഹത്വത്താലെ നാം മുറ്റും നിറഞ്ഞു ശോഭിപ്പാം. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാം. വളരെ മനോഹരമായൊരു ഗാനത്തിൻ്റെ വരികളാണ്. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ നീക്കുക, നമ്മുടെ എല്ലാ കുറവുകളും നീക്കി എന്നെ നിൻ്റെ മകനായിട്ട് സ്വീകരിക്കുക എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു കർത്താവിനോട്. പക്ഷേ കർത്താവ് ഓൾറെഡി നമ്മളെ മക്കളായിട്ട് പറയും, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം ഒന്ന് നീ കേൾക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പം ആ ഒരു ശബ്ദം കേൾക്കാനായിട്ട് നമ്മളുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം സഹായിക്കട്ടെ. വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇന്ന് സ്വർഗവാണിയിലൂടെ നിങ്ങളുടെ മുന്നിൽ കഴിയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും വളരെ സന്തോഷം ആയിരുന്നു. നല്ല ഗാനങ്ങൾ നിങ്ങളേവരെയും പ്രത്യാശയിൽ നയിക്കുന്നതായിരുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണുന്നത് വരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.